Hi students, welcome back to economics class. So last class we discussed about value added method, value added method and how we can calculate national income by using value added method. അതിലെ സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇന്ന് another method to measure the national income is income method. It is also called distributive share method. Under this method, GDP is calculated by all factor income received by owners of factors of production. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം that is land is receiving what? Rent. അല്ലേ, land എന്താ റിസീവ് ചെയ്യുക? റെൻ്റ് ആണ്. ലേബർ എന്താ റിസീവ് ചെയ്യുക? that is wage. അല്ലേ, ക്യാപിറ്റൽ എന്താ റിസീവ് ചെയ്യുക? that is interest. Capital എന്താ റിസീവ് ചെയ്യുക? that is interest. അല്ലേ, capital is receiving interest. Then entrepreneur. So entrepreneur is receiving what? Profit. Entrepreneur is receiving what? Profit. See, if we are adding this rent, wage, interest and profit, we will be getting national income. National income കിട്ടും. അങ്ങനെ റെൻറ്റും വേജും ഇൻട്രസ്റ്റും ആഡ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് ഇൻകം മെത്തേഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സി ഫോർ എക്സാമ്പിൾ, ഫോർ എ ഹൗസ് ഹോൾഡ് എ റിസീവ്സ് RI. This is very important. That is RI. I represent what? ഈ I എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഫാമിലീസ് എന്നാണ്. അപ്പോൾ RI represent rent plus WI represent wage plus ini INI that is interest of ith household, then plus PI that is profit of ith household. Alle, so the annual income of that particular household A is the summation of rent plus wage plus interest plus profit. Suppose if we have n number of household, the GDP is the total income of n household. ഇതിപ്പോൾ ഒരു ഹൗസ് ഹോൾഡിൻ്റെയാണ് നമ്മൾ റെൻറ്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റൊക്കെ അവിടെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ ടോട്ടൽ ഇൻകമാണ് ഇവിടെ കിട്ടിയത്. അതേപോലെ ഒരു എക്കോണമിയിൽ n നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് എന്നുണ്ട് ഇരിക്കട്ടെ, n നമ്പർ എത്രയോ ഹൗസ് ഹോൾഡുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുക? ദറ്റ് ഈസ് ജി ഡി പി ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് സിഗ്മ I is equal to 1 whole raised to n. I is equal to 1 whole raised to n, that is RI plus again sigma I is equal to 1 whole raised to n WI plus that is sigma I is equal to 1 whole raised to n, that is INI interest plus sigma I is equal to 1 whole raised to n PI profit. അല്ലേ, ഇങ്ങനെ എല്ലാ ഹൗസ് ഹോൾഡിൻ്റെയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ റെൻറ്റ് റിസീവ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ഓരോ ഹൗസ് ഹോൾഡിനും ഓരോ ഇൻകം ആയിരിക്കും ഏൺ ചെയ്യുന്നുണ്ടാവുക അല്ലേ. ചില ഫാമിലീസ് റെൻ്റ് ആയിരിക്കും ഏൺ ചെയ്യുന്നുണ്ടാവുക, ചില ഫാമിലീസ് വേജ് ആയിരിക്കും ഏൺ ചെയ്യുന്നുണ്ടാവുക, ചില ഫാമിലീസ് എന്തായിരിക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും ഏൺ ചെയ്യുന്നുണ്ടാവുക, ചില ഫാമിലീസ് എന്തായിരിക്കും പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇതിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിളാണുള്ളത്. പണിക്ക് പോയി ജീവിക്കുന്ന, വേജ് കിട്ടി ജീവിക്കുന്ന കുറച്ച് പേരുണ്ടാകും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് നേടിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് റെൻറ്റ് ഉള്ള സ്ഥലം റെൻറ്റിന് കൊടുത്ത് ലാൻഡ് റെൻറ്റിന് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഈ ഇൻകം, ഈ എക്കോണമിയിൽ കിട്ടുന്ന ഈ എല്ലാ ഇൻകവും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഇൻകം മെത്തേഡ്. അല്ലെങ്കിൽ നമുക്കിതിന് വേറൊരു രൂപത്തിൽ എഴുതാം, ദാറ്റ് ഈസ് ജി ഡി പി ഇസ് ഈക്വൽ ടു W പ്ലസ് R പ്ലസ് IN പ്ലസ് P, ദാറ്റ് ഈസ് വേജ് പ്ലസ് റെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇങ്ങനെ വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും റെൻറ്റും ഒരു ഫാമിലിയുടെ മാത്രമല്ല എല്ലാ ഫാമിലിയുടെയും വേജ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെയാണ് GDP എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫാക്ടർ ഇൻകം റിസീവ് ചെയ്യുന്നതിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻകം മെത്തേഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടീവ് ഷെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഹിയർ പ്രോഫിറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും? ഗ്രോസിൽ എപ്പോഴും എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും? ദാറ്റ് ഈസ് ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും, അതുപോലെ തന്നെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് നാഷണൽ ഇൻകം ബൈ യൂസിങ് income method. I think it is clear. See, we can discuss one problem related to income method. For an economy, W is 800 crore and R, that is rent, is 300 crore and IN, interest, is 400 crore and P, profit, is 200 crore. Depreciation is rupees 50 crore and net indirect tax is 100 crore and net factor income from abroad is 150 crore. Calculate GDP at MP, that is market price, GNP at market price, NNP at market price, NDP at market price and NNP at factor cost. Okay, we will do the problem. First we can calculate GDP at MP. See, GDP at MP is equal to, അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? that is, this equation is there, that is sigma I is equal to 1 whole raised to n Ri plus sigma I is equal to 1 whole raised to n W plus sigma I is equal to 1 whole raised to n, that is In plus sigma I is equal to 1 whole raised to n P I. ഇവിടെ ഇതൊക്കെ തന്നിട്ടുണ്ട്, വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു റെൻറ്റ് എത്രയാണ്? റെൻറ്റ് ഈസ് 300 crore അല്ലേ? 300 crore പ്ലസ് ഇനി വേജ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 800 crore അല്ലേ? ദാറ്റ് ഈസ് 800 crore പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 400 crore അല്ലേ? 400 crore പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്? 200 crore അല്ലേ? അപ്പോൾ 200 crore. See here it is GDP at market price. Here gross domestic product ആണ് അല്ലേ? ഇപ്പോൾ ഗ്രോസ് എന്ന് പറയുമ്പോൾ അതിലൂടെ എന്ത് ആഡ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. ഇവിടെ ഡിപ്രീസിയേഷൻ എത്രയാണ്? ദാറ്റ് ഈസ് 50 crore അല്ലേ? സോ പ്ലസ് 50. സോ ദ ടോട്ടൽ എമൗണ്ട് ഈസ് 1750 crore. 1750 crore. സോ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തത്? ദാറ്റ് ഈസ് GDP at market price ആണ്. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ആണ്. ഗ്രോസിൽ എപ്പോഴും എന്തായിരിക്കും? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ? സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? GDP at market price കിട്ടി. ഇനി നമുക്ക് അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? GNP at market price ആണ് അല്ലേ? ദാറ്റ് ഈസ് നെക്സ്റ്റ് വൺ ഈസ് GNP at market price. ഇവിടെ ഓൾറെഡി മാർക്കറ്റ് പ്രൈസ് ആണ്, ഇവിടെ ഡൊമസ്റ്റിക് ആണ്. GDP at മാർക്കറ്റ് പ്രൈസിൻ്റെ ഒപ്പം അപ്പോൾ എന്ത് ആഡ് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GNP at മാർക്കറ്റ് പ്രൈസ് കിട്ടും. ദാറ്റ് ഈസ് GDP at മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFI. ഇവിടെ നമുക്ക് NFI എത്രയാണ്? ദാറ്റ് ഈസ് 150 crore ആണ്. അപ്പോൾ GDP at മാർക്കറ്റ് പ്രൈസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1750 crore അല്ലേ? അപ്പോൾ 1750 crore പ്ലസ് നമ്മളുടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എത്രയാണ്? ദാറ്റ് ഈസ് 150 crore അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വരും? ദാറ്റ് ഈസ് 1900 crore. GNP എന്ന് പറയുന്നത് 1900 crore ആണ്. ഓക്കെ, ഇനി അടുത്ത വാല്യൂ ഏതാണ്? NNP at മാർക്കറ്റ് പ്രൈസ് അല്ലേ? ഇപ്പോൾ NNP at മാർക്കറ്റ് പ്രൈസ് നമുക്ക് GNP ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ NNP കാണാൻ എന്ത് ചെയ്താൽ മതി? അതായത് GNPയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ്? നെറ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലേ? സോ ഇക്വേഷൻ ഇസ് ദറ്റ് ഈസ് GNP at market price minus
ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? GNP അറ്റ് മാർക്കറ്റ് പ്രൈസിന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. അവിടെ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ദാറ്റ് ഈസ് 1900 crore അല്ലേ? 1900 crore ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഡിപ്രീസിയേഷൻ എത്രയാണ് അതിൽ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ഈസ് 50 crore അല്ലേ? 50 crore മൈനസ് ചെയ്യുമ്പോൾ ദ ആൻസർ ഈസ് 1850 crore. 1850 crore ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? NDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ NDP കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ. നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് GDP എത്രയാണെന്നുള്ളത് അല്ലേ? ഇപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, കാരണം ഇവിടെ നെറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്താ? അപ്പോൾ ഗ്രോസ് നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ GDP അറ്റ് MP തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? GDP അറ്റ് MP നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് MP എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1750 മൈനസ് ഡിപ്രീസിയേഷൻ ഇവിടെ എത്രയാണ്? 50 അല്ലേ? GDP അറ്റ് MP പറയുമ്പോൾ 1750 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 1700 crore. നെക്സ്റ്റ് വൺ നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? NNP അറ്റ് FC ആണ് അല്ലേ? NNP അറ്റ് FC അല്ലേ? NNP അറ്റ് FC കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1850 കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. സോ NNP അറ്റ് FC ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് NNP അറ്റ് MP മൈനസ് that is net indirect tax. അപ്പോൾ NNP at MP എത്രയാണ്? ദാറ്റ് ഈസ് 1850 crore മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാണ്? 100 crore അല്ലേ? 100 crore ദാറ്റ് ഈസ് ഈക്വൽ ടു 1750 crore. This is the net national product at factor cost. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഒന്ന് മനസ്സിലാക്കി, നമുക്ക് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ നെറ്റും ഗ്രോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, യെസ്. The next method of measuring national income is expenditure method. Next method is expenditure method. See, under this method, GDP is calculated by adding all final expenditure on domestic territory of a country. അല്ലേ, ഒരു രാജ്യത്ത് വരുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. ദാറ്റ് ഈസ് വാട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ കൺട്രി ഈസ് ക്ലാസിഫൈഡ് ഇൻടു 4 heads. That is, the first one is the consumption expenditure from the part of household, that is C എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് എല്ലാ വീടുകളിലെയും എക്സ്പെൻഡിച്ചർ എത്ര ചിലവുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഫാമിലിക്ക് എത്ര ചിലവുണ്ട്, അങ്ങനെ എല്ലാ ഫാമിലിയുടെയും ചിലവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഫ്രം ദ പാർട്ട് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ പാർട്ട് ഓഫ് ഫേം അല്ലേ. ഒരു ഫേം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയിട്ട് അവർ ആ ബിസിനസ് എക്സ്പാൻഷനും കുറേ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾക്കൊക്കെ എത്ര ചിലവ് വരും, ദാറ്റ് ഈസ് വാട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ക്യാപിറ്റൽ, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ക്യാപിറ്റൽ ഇറക്കുക എന്നുള്ളതാണ് മെയിൻ എക്സ്പെൻസസ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് ഫൈനൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിന് ചിലവുണ്ട് അല്ലേ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ മറ്റവിടെ പഠിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും, ജി എടുക്കുക അല്ലേ. ഇനി അടുത്തത് എക്സ്പോർട്ട് റവന്യൂ. ഗവൺമെൻറ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്ത് അയക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം, ദാറ്റ് ഈസ് എക്സ്.
അപ്പോൾ ഇതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇങ്ങനെ എന്താണ് C+I+G+H നമ്മൾ എന്ത് ചെയ്യണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ എല്ലാ എക്സ്പെൻഡിച്ചറും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഡ് ചെയ്തിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. സി all this expenditure are income to a firm, അല്ലേ? ഫോർ എക്സാമ്പിൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇരിക്കട്ടെ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ്? ദേ ആർ കൺസ്യൂമിങ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയാണ്, അല്ലേ? ദേ ആർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇങ്ങനെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ ആ വാങ്ങിയ എമൗണ്ട് എവിടേക്കാണ് പോകുന്നത്? ഏത് പ്രൊഡക്റ്റാണോ വാങ്ങിയത് ആ പ്രൊഡക്റ്റുള്ള ബിസിനസ് ഫേമിനാണ് പോകുന്നത്, അല്ലേ? അതേപോലെ ഒരു ബിസിനസ് ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും അതിലൂടെ ലാഭം കിട്ടും അവർക്ക്. അതിനുള്ള റവന്യൂ ആർക്കാണ് പോകുന്നത്? ഫേമിനാണ് പോകുന്നത്. ഇനി ഗവൺമെൻറ് തന്നെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അതും ആർക്കാണ് പോവുക? ഫേമിനാണ് പോവുക, അല്ലേ? എക്സ്പോർട്ട് ചെയ്ത് അയക്കുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ചെയ്തെന്ന് കിട്ടുന്ന റവന്യൂ എവിടേക്കാണ് പോവുക? ഫേമിനാണ് പോവുക. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം ദറ്റ് ഈസ് RV ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫേം RV ഈസ് ഈക്വൽ ടു CI പ്ലസ് ദറ്റ് ഈസ് II പ്ലസ് GI പ്ലസ് GI പ്ലസ് HI. ഇതെന്താണ്? I എന്ന് വെച്ചാൽ ടോട്ടൽ എന്നുള്ള മീനിങ് ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? RV, ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ലിസൺ കെയർഫുള്ളി, ഓക്കെ? നെക്സ്റ്റ് വൺ, ഇഫ് വി ഹാവ് n നമ്പർ ഓഫ് ഫേംസ്, ഒരു n നമ്പർ ഓഫ് ഫേംസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ എടുക്കുകയാണ്. ദറ്റ് ഈസ് സിഗ്മ I is equal to 1 whole raised to n. RV ടോട്ടൽ എല്ലാ, ഇപ്പോൾ ഇത് ഒരു ഫേമിൻ്റെയാണ്. ഈ RV എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെയാണ്, അല്ലേ? അപ്പോൾ ഇത് എല്ലാ ഫേമിൻ്റെയും കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിഗ്മ I is equal to 1 whole raised to n RVI. എല്ലാ ഫേമിൻ്റെയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് sigma I is equal to 1 whole raised to n. N denotes that n number of firms, അല്ലേ? ദറ്റ് ഈസ് n ഇവിടെ എന്താണ്? CI, എല്ലാ ഫേമിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഹൗസ് ഹോൾഡിൻ്റെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ, എല്ലാ ഹൗസ് ഹോൾഡിൻ്റെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇനി സിഗ്മ I is equal to 1 whole raised to n II, ദറ്റ് ഈസ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ plus sigma I is equal to 1 whole raised to n GI, എല്ലാ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഇനി എക്സ്പോർട്ട് ഉണ്ട്, അല്ലേ? ദറ്റ് ഈസ് സിഗ്മ I is equal to 1 whole raised to n HI, അല്ലേ? ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്, സിൻസ് ദ എക്കോണമി ഈസ് എൻ ഓപ്പൺ എക്കോണമി, നമ്മളുടെ എക്കോണമി എന്താണ്? ഓപ്പൺ എക്കോണമിയാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി? വി ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ, അല്ലേ? ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺട്രി ഡസ് നോട്ട് ഹാവ് എനി ട്രേഡ് റിലേഷൻ വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇവിടെ ഓപ്പൺ എക്കോണമി ആകുമ്പോൾ എന്താണ്? ദ കൺട്രി വിൽ ഹാവ് എ ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ, ദാറ്റ് മീൻസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അല്ലേ? വേൾഡ് അതർ കൺട്രീസുമായിട്ട് എന്തുണ്ടാകും? ഇവിടെ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തൊക്കെ ഗുഡ്സ് അവൈലബിൾ ആയിരിക്കും? ഫോറിൻ ഗുഡ്സും അവൈലബിൾ ആയിരിക്കും, ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സും അവൈലബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് ഗുഡ്സും അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഫോറിൻ ഗുഡ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ്, ഈ മൂന്ന് ഫാക്ടറുകൾക്കും അക്കോർഡിംഗ് ടു ദെയർ ഓൺ വിഷ് ദേ ക്യാൻ സെലക്ട് ദ ഗുഡ്സ്, അല്ലേ? അപ്പം ഞാൻ തന്നെയാണ് ഒരു കൺസംഷൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ എക്സ്പെൻസസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നു, ഡൊമസ്റ്റിക് പ്രോഡക്റ്റും ഉണ്ട്, ഫോറിൻ പ്രോഡക്റ്റും ഉണ്ട്, എനിക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു മൈ വിഷ്. ഒരു ഫേം, ഒരു ബിസിനസ് ഫേമിന് ഡൊമസ്റ്റിക് ആയിട്ടും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് ഫോറിൻ രാഷ്ട്രങ്ങളിലും പോയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എടുക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ദ കൺസ്യൂമർ ഓർ firm and the government is having a choice to purchase either domestic goods or foreign goods. ഇതിൽ ഏത് ഗുഡ്സ് വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ ഈ ഫോറിൻ ഗുഡ്സ് എവിടെ നിന്നാണ്? നമ്മൾ വി ആർ ഇമ്പോർട്ടിങ്. അപ്പം ഈ ഇതിലൊക്കെ എന്തുണ്ട്?
ഈ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം വൈൽ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. സോ വി വിൽ ഡിസ്കസ്. ഈ ഇക്വേഷനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ശ്രദ്ധിക്കുക. ഇനി total consumption expenditure of an economy is the sum of final consumption expenditure on goods and services produced in domestic economy and final consumption expenditure on goods and services imported. അല്ലേ, ഒരു എക്കോണമിയിലെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പെൻഡിച്ചറും പ്ലസ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസും വാങ്ങും, അതിൻ്റെ എക്സ്പെൻഡിച്ചറുമാണ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ടോട്ടൽ സി ഈസ് ഈക്വൽ ടു, ഇത് ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളുടെ ഡൊമസ്റ്റിക്കിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n സി ഐ അല്ലേ, സി ഐ പ്ലസ് ഇതിൻ്റെ ഒപ്പം ഏതുകൂടി ഉണ്ടാകും, സി എം, ദാറ്റ് ഈസ് സി എം ഡിനോട്ട് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലേ. അപ്പോൾ ഇതായിരിക്കും എന്ത് ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ. ഈ ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമ്മളുടെ ഡൊമസ്റ്റിക് മാത്രം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n സി ഐ, ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്നും മൈനസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് ഇമ്പോർട്ടഡ്, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും അല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഇക്വേഷന് നമുക്ക് എന്ത് ചെയ്യാം, 2 സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് വൺ, total investment expenditure of the economy is the sum of investment expenditure on domestic firms and the final investment expenditure on imported investment goods അല്ലേ. ഇത് തമ്മിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗുഡ്സിൻ്റെ മേലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറുമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഐ ടോട്ടലാണ് അല്ലേ. ഐ ഈസ് ഈക്വൽ ടു നമ്മളുടെ ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നമ്മൾക്ക് ഇവിടെ എടുത്തെഴുതുന്നു, ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n ദാറ്റ് ഈസ് ഐ അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഡൊമസ്റ്റിക് എക്കോണമി പ്ലസ് ഐ എം പറഞ്ഞ എന്താണ്, ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ മേലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡൊമസ്റ്റിക് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡൊമസ്റ്റിക് മാത്രമായിട്ട് ഇത് മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n ഐ ഈസ് ഈക്വൽ ടു ഇതിന് എന്ത് ചെയ്താൽ മതി, ഐ മൈനസ് ഐ എം. അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. നമുക്കിതിനെ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, സി നെക്സ്റ്റ് വൺ ഈസ് the total government expenditure of the economy is the sum of final government expenditure on domestic firms and final government expenditure on foreign goods and services. That is, നമുക്ക് G, total G is equal to, that is total government expenditure is equal to ഇതെടുക്കണം അല്ലേ, ഡൊമസ്റ്റിക് എക്കോണമിയുടെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n ജി ഐ, ഡൊമസ്റ്റിക് എക്കോണമിയിലുള്ള ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഫൈനൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ദാറ്റ് ഈസ് ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ നമുക്ക് അതിനെ ജി എം ആയിട്ട് കൊടുക്കുക. ഇനി ഡൊമസ്റ്റിക് മാത്രമായിട്ട് ഇന്ന് കാണണമെങ്കിൽ എന്താണ്, ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n ജി ഐ ഈസ് ഈക്വൽ ടു, ഡൊമസ്റ്റിക്കിൻ്റെ മാത്രമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി മൈനസ് ജി എം. ഇതിനെ നമുക്ക് ഫോർത്ത് ഇക്വേഷനായിട്ട് എടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഫോർത്ത് ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഇക്വേഷനിൽ ടോട്ടൽ ആർ വി അല്ലെങ്കിൽ ഈ ആർ വി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജി ഡി പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോട്ടൽ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n ആർ വി ഐ അല്ലേ, ആർ വി ഐ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷന് പകരം നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ പ്ലോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 ഹോൾ റൈസ് ടു n സി ഐ എന്ന് പറയുന്നതാണ് സി മൈനസ് സി എം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സി മൈനസ്
C minus CM. അതായത് ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മൈനസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസ്. അത് ഏതിന് പകരം? ഇതിന് പകരമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് I മൈനസ് IM അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് പകരം നമ്മൾ യൂസ് ചെയ്യും അല്ലേ. പ്ലസ് ഇന്നെന്താണ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ, ഈ സിഗ്മ GI എന്ന് പറയുന്ന സിഗ്മ I is equal to 1 whole raised to n GI എന്ന് പറയുന്നതാണ് ഈ G മൈനസ് GM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ G മൈനസ് GM പ്ലസ് എക്സ് അല്ലേ. എക്സ് നമ്മൾ എഴുതും. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. That is sigma I is equal to 1 whole raised to n RVI. RVI is equal to ഈ എമ്മിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ദറ്റ് ഈസ് C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് അല്ലേ. എക്സ് മൈനസ് നമ്മളിതൊക്കെ മൈനസ് ചെയ്യേണ്ടതാണ് അല്ലേ. ഏതൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്? ദറ്റ് ഈസ് ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്ലസ് അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലേ. ഇതൊക്കെ കൂടി ഇതിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ CM IM GM എന്നുള്ളതിനെ നമുക്കൊരു ടേം ആയിട്ട് എടുക്കാം. ദറ്റ് ഈസ് ഇതിനെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, M ആക്കാം. ഇതിന് മുഴുവൻ നമുക്ക് M ആക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ സിഗ്മ I ഹോൾ റൈസ് ടു n RVI ദറ്റ് ഈസ് GDP, അതിനില്ലെങ്കിൽ ഓ GDP is equal to C plus I plus G plus X minus M. X minus M എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്കോണമിയുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ആ എക്കോണമിയിലുള്ള ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതോടൊപ്പം എന്ത് ആഡ് ചെയ്യണം, ഈ എക്സ്പോർട്ട് ചെയ്യുന്ന കിട്ടുന്ന റവന്യൂ, ഇത് മുഴുവൻ ആഡ് ചെയ്തിട്ട് എല്ലാ ഇമ്പോർട്ടഡ് എക്സ്പെൻഡിച്ചറും കൂടി മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതിനെയാണ് ഒരു എക്കോണമിയുടെ GDP എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഇക്വേഷൻ to find out national income by using expenditure method. So this is the problem based on expenditure method. See, calculate GDP. അവിടെ government import of capital goods, import of consumption good, government consumption, capital investment, income from export, പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസിന് നമുക്ക് ആദ്യം എടുത്ത് എഴുതാം എന്തൊക്കെയാണെന്നുള്ളത്. സി, ഗവൺമെൻറ് ഇമ്പോർട്ട് ദാറ്റ് ഈസ് GM ആണ്. GM എത്രയാണ്? 700 rupees അല്ലേ. 700 rupees ആണ്. ഇനി നോക്കൂ, ഇമ്പോർട്ട് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്. ഇമ്പോർട്ട് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് IM, ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 800 crore അല്ലേ. 800 crore ആണ്. ഇനി ഇമ്പോർട്ട് ഓഫ് കൺസംഷൻ ഗുഡ്സ്, ഇമ്പോർട്ട് ഓഫ് കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ CM ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 crore. എത്രയാണ്? 1000 crore. ഇത് കിട്ടി. ഇനി അടുത്ത എന്താണ്? ഗവൺമെൻറ് കൺസംഷൻ ദാറ്റ് ഈസ് G ഈസ് ഈക്വൽ ടു എത്രയാണ്? 3000. എത്രയാണ്? 3000 അല്ലേ. ഇനി അടുത്തത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് I. Capital investment is equal to that is 4000 crore അല്ലേ. അതെന്താണ്? 4000 crore ആണ്. ഇനി ഇൻകം ഫ്രം എക്സ്പോർട്ട്, ഇൻകം ഫ്രം എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് X അല്ലേ. X എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 crore അല്ലേ. 5000 crore ആണ്. ഇനി പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ C എന്ന് പറയുന്നത് എത്രയാണ്? 12,000 crore അല്ലേ. 12,000 crore. ഇപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ I is equal to 1 whole raised to n RVI or GDP. That is GDP is equal to C plus I plus G plus X minus M. ഈ M എന്ന് വെച്ചാൽ നമുക്ക് X minus M. ഈ M എന്ന് വെച്ചാൽ ഇത് മൂന്നെണ്ണവും കൂടി ആഡ് ചെയ്തതാണ് M എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് GDP ഇസ് ഈക്വൽ ടു C എത്രയാണ്? ടോട്ടൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് 12,000 crore പ്ലസ് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? ദാറ്റ് ഈസ് 4,000 crore പ്ലസ് ഇനി ഗവൺമെൻറ്, ടോട്ടൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? 3,000 crore അല്ലേ. 3,000 crore പ്ലസ് എക്സ്പോർട്ട് റവന്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 5,000 crore
മൈനസ് അതെന്നൊക്കെ നമുക്ക് മൈനസ് ചെയ്യണം. ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. ദറ്റ് ഈസ് 1000 പ്ലസ് 800, 1800 പ്ലസ് 700 ദറ്റ് ഈസ് 2500. അപ്പോൾ മൈനസ് 2500. അപ്പോൾ ഇവിടെ എത്ര വരും? ദറ്റ് ഈസ് ഈക്വൽ ടു 12,000 പ്ലസ് 4,000 പ്ലസ് 3,000 പ്ലസ് 5,000 ദറ്റ് ഈസ് ഈക്വൽ ടു 24,000. ദറ്റ് ഈസ് ഈക്വൽ ടു 24,000 മൈനസ് 2,500. 2,500 മൈനസ് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് 21,500. 21,500 ആണ് എന്ത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. സോ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം. സി ഈ ഇക്വേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ GDP is equal to sigma I is equal to 1 whole raised to n GVA, ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലേ. ഇനി ഇൻകം മെത്തേഡിൽ എങ്ങനെയാണ് കണക്കാക്കുക? ദറ്റ് ഈസ് റെൻറ്റ് പ്ലസ് വേജ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എങ്ങനെയാണ് കണക്കാക്കുക? കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് മൈനസ് M മീൻസ് M എന്ന് വെച്ചാൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. See, from the table find GDP by using 3 methods. 3 മെത്തേഡിലൂടെയും ദറ്റ് ഈസ് പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആൻഡ് ഫൈൻഡ് നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദറ്റ് ഈസ് GNP at MP, GNP at MP, that is NNP at MP and NNP at FC. NNP at FC ആണ് ശരിക്കും നമ്മൾ എന്താ പറയുക? നാഷണൽ ഇൻകം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് വേഗം കണ്ടുപിടിക്കാൻ പറ്റും നാഷണൽ ഇൻകം. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് മെത്തേഡ് ഈസ് പ്രോഡക്റ്റ് മെത്തേഡ്. ഏത് മെത്തേഡാണ്? പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ദറ്റ് ഈസ് GDP is equal to sigma I is equal to 1 whole raised to n GVA. ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? സിഗ്മ, ഇവിടെ GVA കാണണം അല്ലേ? സിഗ്മ GVA is equal to value of the output minus value of intermediate consumption. ഇതാണ് നമ്മൾ ടോട്ടൽ GVA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് അവിടെ തന്നിട്ടുണ്ട്. ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് എത്രയാണ്? ദറ്റ് ഈസ് 1300 കോർ അല്ലേ? മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എത്രയാണ്? ദറ്റ് ഈസ് 400 കോർ. സോ ദ നാഷണൽ ഇൻകം ഈസ് 900 കോർ. നാഷണൽ ഇൻകം എത്രയാണ്? 900 കോർ ആണ്. ഇതാണ് വാല്യൂ മെത്തേഡിൽ മിക്കവാറും ഇങ്ങനത്തെ ഒരു ടേബിൾ തരുമ്പോൾ അതിൽ തന്നെ ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് ഉണ്ടാകും. അപ്പോൾ ഗ്രോസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് കിട്ടിയാൽ അതിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നാഷണൽ ഇൻകം കിട്ടും. ഇത് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം മെത്തേഡിലൂടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡിൽ GDP കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ദറ്റ് ഈസ് GDP is equal to R plus W plus IN plus P, that is rent plus wage plus interest plus profit. ഈ ടേബിൾ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം നമുക്ക് നോക്കാം. റെൻറ്റ് എത്രയാണ്? 150 crore. റെൻറ്റ് ഈസ് ഈക്വൽ ടു 150 crore അല്ലേ? പ്ലസ് വേജ് എത്രയാണ്? വേജ് തന്നിട്ടുണ്ട് അല്ലേ? അതാ വേജ് തന്നിട്ടുണ്ട് 300 crore അല്ലേ? 300 crore പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? ദറ്റ് ഈസ് 200 crore അല്ലേ? 200 crore. ദെൻ പ്രോഫിറ്റ് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 250 crore അല്ലേ? 250 crore. ഇനി എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദറ്റ് ഈസ് 900 crore. 900 crore ആണ് ആൻസർ വരുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 900 crore. ഓക്കെ, ഇത്രയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ GDP എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദിസ് ഈസ് സെക്കൻഡ് മെത്തേഡ്. സോ തേർഡ് മെത്തേഡിലൂടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദറ്റ് ഈസ് GDP is equal to C plus I plus G plus X minus M. That is equal to, ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ്റെ ഓർഡറിൽ തന്നെ പോവാം. ദറ്റ് ഈസ്
ഫസ്റ്റ് വൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് അവിടെ തന്നിട്ടുണ്ട്. ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു 500 crore ആണ്. പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഇൻട്രസ്റ്റ് നമുക്ക് എടുക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് 200 അല്ലേ, 200 പ്ലസ് ജി എന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഫൈനൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ 150 crore അല്ലെ, 150 crore. എക്സ്പോർട്ട് എത്രയാണ്? എക്സ്പോർട്ട് ഈസ് ഈക്വൽ ടു 100 crore മൈനസ് ഇമ്പോർട്ട് എത്രയാണ്? 50 crore അല്ലേ, 50 crore. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. ദാറ്റ് ഈസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 950 മൈനസ് 50 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 900 crore. അപ്പം നമ്മൾ നാഷണൽ ഇൻകം 3 മെത്തേഡിലൂടെ കാൽക്കുലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 3 മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയിരിക്കും. 3 മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്താലും സെയിം ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സോ വി ഗോട്ട് GDP at market price. GDP at market price 3 മെത്തേഡിലൂടെ കണക്കാക്കിയപ്പോഴും എത്ര കിട്ടി? 900 കിട്ടി. ഇനി ഇതിൻ്റെ വെച്ചിട്ട് ഈ GDP at MP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? GNPയും NNP at FCയും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് GDP at MP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? GNP കണ്ടുപിടിക്കാം. GNP at market price is equal to ഇവിടെ ഡൊമസ്റ്റിക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാഷണലാണ്, ഇവിടെ മാർക്കറ്റ് പ്രൈസും ഇവിടെയും മാർക്കറ്റ് പ്രൈസ് ആണ്, ഇവിടെ ഗ്രോസ് ആണ്, ഇവിടെയും ഗ്രോസ് ആണ്. അപ്പോൾ ഡിഫറൻസ് തമ്മിൽ അതിലാണ്. ദാറ്റ് ഈസ് ഡൊമസ്റ്റിക്കും നാഷണൽ. ഡൊമസ്റ്റിക്കിനെ നാഷണലിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് GDP at മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് എന്ത് ചെയ്താൽ മതി? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ GDP at MP എന്ന് പറയുന്നത് 900 crore ആണ്. പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. ഇവിടെ എക്സ്പോർട്ട് എത്രയാണ്? എക്സ്പോർട്ട് 100 ആണ്. 100 മൈനസ് ഇമ്പോർട്ട് എത്രയാണ്? 50 crore അല്ലേ. ദാറ്റ് ഈസ് 50 crore. അത് എത്ര വരും? 50 crore. സോ ഇവിടെ എത്രയാണ്? 50 crore. ദാറ്റ് ഈസ് ടോട്ടൽ വാല്യൂ ഈസ് ഈക്വൽ ടു 950 crore. സോ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് GNP at മാർക്കറ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? NNP at മാർക്കറ്റ് പ്രൈസ് അല്ലേ. NNP at മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് GNP ഉണ്ട്, ഇവിടെ NNP. അപ്പോൾ G ആൻഡ് N ഇവിടെ ഡിഫറൻസ് എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്, ഇവിടെയും മാർക്കറ്റ് പ്രൈസ് ആണ്, ഇവിടെ നാഷണലാണ്, ഇവിടെയും നാഷണലാണ്. ഇവിടെ ഡിഫറൻസ് ഗ്രോസും നെറ്റും. നെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രോസിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? GNP at മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിപ്രീസിയേഷൻ അല്ലേ. GNP at മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 950 crore അല്ലേ. 950 crore മൈനസ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഡിപ്രീസിയേഷൻ എത്രയാണ്? ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു 20 crore അല്ലേ, 20 crore. So the value is equal to 930 crore. 930 crore. Okay. And the last one is NNP. NNP at FC അല്ലേ. NNP at FC. അപ്പോൾ NNP at FC കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നെറ്റാണ്, ഇവിടെയും നെറ്റാണ്, ഇവിടെ നാഷണലാണ്, ഇവിടെയും നാഷണലാണ്. അപ്പോൾ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും ആണ്. അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ FC ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് NNP at MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. That is equal to ഇവിടെ NNP at മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 930 crore മൈനസ്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് മൈനസ് സബ്സിഡി എന്നാണ് അല്ലേ. ടാക്സ് മൈനസ് സബ്സിഡീസ് എന്നാണ്. ടാക്സും സബ്സിഡീസ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? ടാക്സ് ഇവിടെ 60 crore ആണ്, മൈനസ് സബ്സിഡീസ് 30 ആണ്. 60 മൈനസ് 30 എന്ന് പറയുമ്പോൾ 30 ആണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? NNP at MP എന്ന് പറയുമ്പോൾ 930 മൈനസ് 30 that is equal to 900. So this is NNP and at FC is known as. ഈ NNP at FC നെയാണ് നമ്മൾ അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഇങ്ങനെ NI കാണാൻ പറഞ്ഞാൽ നമ്മൾ NNP at FC കണ്ടാൽ മതിയാവും. Okay. So this is the homework for you. That is, if wages received by all household in India for the year is 8,000 crore, rent is 7,000, interest is 6,000, gross profit is 8,500 crore, total depreciation is
500 crore. Calculate GDP and NDP. ഇവിടെ അടുത്തത് calculate factor cost of national income for the year 2014-15 of the country is given below. Find NIT, NFI and GNP at market price, NNP at market price, NDP at factor cost, GDP at market price, NDP at market price, GNP at factor cost, GDP at factor cost by using this table. ഈ ടേബിൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഈ ടേബിൾ വെച്ചിട്ട് 3 മെത്തേഡിലൂടെയും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ദറ്റ് ഈസ് GDP കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഫൈൻഡ് NDP എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.